ഹായ് ഫ്രണ്ട്സ്, ഷറാസ് ഫുഡ് ഹബിലെ ഒരു പുതിയ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു ചിക്കൻ ചിമിച്ചാങ്കയാണ് കേട്ടോ. പേര് പോലെ തന്നെ ഒരു വെറൈറ്റിയാണ് നമ്മുടെ റെസിപ്പിയും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിന് മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരല്പം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായി കൊത്തി അരിഞ്ഞതൊന്ന് ചേർത്ത് കൊടുക്കുക. ഒന്ന് ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക കേട്ടോ. കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കുക. ഒന്ന് ഇളക്കി കൊടുക്കാം നമുക്ക്. ഇനി അതിലേക്ക് ഒരു 2 പീസ് എല്ലില്ലാത്ത ഒരു മീഡിയം സൈസുള്ള ചിക്കന് ഞാൻ ഉപ്പ് മാത്രം ഇട്ടിട്ട് വേവിച്ചെടുത്തിരുന്നു. അതൊന്ന് ചെറുതായിട്ട് കൈകൊണ്ട് തന്നെ ഒന്ന് സെപ്പറേറ്റ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. കുരുമുളക് പൊടി ഇടണ്ട, വേവിക്കുമ്പോൾ ഉപ്പ് മാത്രം ഇട്ടാൽ മതി. ഇനി അതിലേക്ക് ഒരു ചെറിയ ബൗൾ ക്യാപ്സിക്കം ഒന്ന് നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. കുറച്ചും മതി. ഇനി ഒരു ചെറിയൊരു ബൗളിന് വലിയുള്ളി ചേർത്ത് കൊടുക്കാം. അതും കുറച്ച് മതി, അധികമൊന്നും വേണ്ട. പിന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി. പിന്നെ വേണ്ടത് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ്. 1/4 ടീസ്പൂൺ തന്നെ ഉപ്പ് മതി, കാരണം നമ്മൾ ചിക്കന് വേവിച്ചത് ഉപ്പിട്ടിട്ടാണ്. പിന്നെ പച്ചമുളക് 1. പിന്നെ ആവശ്യമായിട്ടുള്ളത് ഒരു 1/4 ടീസ്പൂൺ ഒറിഗാനോ, 1 ടീസ്പൂൺ സോയാ സോസ്, ഒരു 1/2 ടീസ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ്, ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങളടുത്ത് ചില്ലി സോസും കൂടെ ഉണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്കിതൊരു 2 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ക്യാപ്സിക്കം ചെറുതായിട്ടൊന്ന് കുക്കാവണം. അപ്പോൾ ഏകദേശം ഒന്ന് കുക്കായിട്ടുണ്ട്. നമുക്കിനി ഒന്ന് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം. നമ്മുടെ ചിക്കൻ മിക്സ് ചെറുതായിട്ടൊന്ന് ചൂടാറി കിട്ടണം. അപ്പോൾ നമുക്ക് ചൂടാറാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ ഇതാ ജസ്റ്റ് ഒന്ന് ചൂടാറിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് ഒരു 2 സ്ലൈസ് ചെഡാർ ചീസ് ഒന്ന് ചേർത്ത് കൊടുക്കാം. ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എല്ലാം ഇതാ ചേർത്ത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ചെഡാർ ചീസും കൂടെ ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ ചിക്കൻ മസാലയ്ക്ക്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ചിമിച്ചങ്ക തയ്യാറാക്കി എടുക്കാം. അപ്പോൾ റാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ സമൂസ ഷീറ്റാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് നമ്മുടെ സ്പ്രിംഗ് റോളിൻ്റെ ഷീറ്റൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതൊന്നും കൂടെ സ്ക്വയർ ഷേപ്പിലാകുമ്പോൾ ഫോൾഡ് ചെയ്യാനൊക്കെ നല്ല എളുപ്പമാണ്. അപ്പോൾ അതുണ്ടെങ്കിൽ അത് എടുക്കുക, ഇല്ലെങ്കിൽ നമ്മുടെ സമൂസ ഷീറ്റ് എടുക്കുക. അപ്പോൾ ഇനി ഞാനിതൊരു ക്രോസ് രൂപത്തിൽ നമ്മുടെ ഷീറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതൊരു താഴെയുള്ള ഷീറ്റിൻ്റെ ഒരു ചെറിയ ഭാഗം നമുക്കൊന്ന് പീസൊന്ന് ഒഴിവാക്കാം. അത് ഫോൾഡ് ചെയ്ത് വരുമ്പോൾ പ്രോപ്പറായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനി ഒരു പീസ് താഴെ ഞാൻ കാണിക്കുന്ന പോലെ വെച്ച് കൊടുക്കുക, ഒരു പീസ് മുകളിൽ ഇങ്ങനെയും വെച്ച് കൊടുക്കുക. ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ മിക്സ് ഒന്ന് ഇട്ട് കൊടുക്കാം. എത്ര ആവശ്യമുള്ളതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇനി ഞാൻ കാണിക്കുന്ന പോലെ റൈറ്റ് സൈഡിൽ ഒന്നൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് എടുത്ത് കൊടുക്കുക. ഒന്ന് ടൈറ്റായിട്ട് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ മുകളിൽ നിന്നൊന്ന് ചെയ്ത് കൊടുത്തു. ഇനി ബാക്കി വരുന്നത് നമുക്കൊന്ന് തിരിച്ചും ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കൊന്ന് അതിനെ ഒട്ടിച്ചെടുക്കണം. അതിന് വേണ്ടി ഞാനൊരു 1 ടേബിൾ സ്പൂൺ മൈദപ്പൊടിയിൽ ഒരിച്ചിരി വെള്ളം ചേർത്തിട്ടൊന്ന് പേസ്റ്റ് രൂപത്തിലാക്കി എടുത്തിട്ടുണ്ട്. അതൊന്ന് തേച്ച് കൊടുക്കാം. ഇതുപോലെ 2-3 ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാനിതാ എല്ലാം ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇങ്ങനെ അല്ലെങ്കിൽ ഇഷ്ടമുള്ള രീതിയിൽ ഫോൾഡ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇനി നമുക്കിനി ഫ്രൈ ചെയ്യാം.
ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓരോന്നായിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു മിനിറ്റിന് ശേഷം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക കേട്ടോ. അത് അധികം കളർ മാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട, ഇടയ്ക്കിടയ്ക്ക് തിരിച്ചിട്ട് കൊടുക്കുക. നമ്മുടെ സമൂസ ഷീറ്റ് ആയതുകൊണ്ട് തന്നെ സമൂസ ഫ്രൈ ചെയ്യുമ്പോൾ അറിയാമല്ലോ പെട്ടെന്ന് കരിയാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ അത് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിനൊരു പാനിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ബാക്കിയുള്ള ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. കുക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കുക. നമ്മുടെ ചിക്കൻ ചിമിച്ചങ്ക ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പമാണ് തയ്യാറാക്കി എടുക്കാൻ. കാരണം സമൂസ ഷീറ്റായാലും സ്പ്രിംഗ് റോൾ ഷീറ്റായാലും നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്നതുകൊണ്ട് നമുക്ക് മസാല ഉണ്ടാക്കാനുള്ള ഒരു ടൈം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാനൊന്ന് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. കണ്ടോ, കാണാൻ നല്ല ഭംഗിയുണ്ട്, അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഒരു തവണയെങ്കിലും എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടെ തന്നെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. കൂടെ ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോസുമായിട്ട് ഷറാസ് ഫുഡ് ഹബിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.